Hi all, welcome back to our channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ട്രാൻസ്ഡക്ഷൻ ആണ് നോക്കുന്നത്. ഇത് ബാക്ടീരിയയുടെ റീപ്രൊഡക്ഷനിൽ വരുന്ന ഒരു പോർഷൻ ആണ്. ബാക്ടീരിയയുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ, ട്രൂ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇല്ല എന്ന് പറഞ്ഞു, പാരാസെക്ഷൽ പ്രോസസ്സാണ് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി എന്താണ്, ബാക്ടീരിയൻ്റെ റീകോമ്പിനേഷൻ ആണ് നടക്കുന്നത്. അതിന് 3 ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്, ട്രാൻസ്ഡക്ഷൻ ഉണ്ട്, കോൺജുഗേഷൻ ഉണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ട്രാൻസ്ഡക്ഷൻ ആണ് നോക്കുന്നത്. ട്രാൻസ്ഡക്ഷൻ 2 മാർക്കിന് കണ്ടിട്ടുണ്ട്. അതുകൂടാതെ എസ്എ ടൈപ്പിൽ ബാക്ടീരിയൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്ടീരിയൽ റീപ്രൊഡക്ഷൻ എന്ന് ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ എന്തൊക്കെ എഴുതണം? അസെക്ഷൽ റീപ്രൊഡക്ഷൻ എഴുതണം, അതായത് ഫിഷൻ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എഴുതണം. അതുപോലെ സെക്ഷൽ റീപ്രൊഡക്ഷൻ, അതായത് ഈ റീകോമ്പിനേഷൻ ഇൻ ബാക്ടീരിയ, അതായത് ട്രാൻസ്ഡക്ഷൻ, ട്രാൻസ്ഫോർമേഷൻ, കോൺജുഗേഷൻ, ആ ഭാഗങ്ങളും എഴുതണം. അപ്പോൾ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ കുറേ കാര്യങ്ങൾ എഴുതാനായിട്ടുണ്ട്. ഓക്കെ, സെക്ഷൽ മീൻസിൽ നമ്മൾ പറഞ്ഞു ഫിഷൻ ഉണ്ട്, പിന്നെ എൻഡോസ്പോർ ഉണ്ട്, എൻഡോസ്പോർ ഫോർമേഷൻ ഉണ്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കിയിട്ട് ഞാൻ പറയാം. റീപ്രൊഡക്ഷൻ്റെ, ബാക്ടീരിയൽ റീപ്രൊഡക്ഷൻ്റെ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ട്രാൻസ്ഡക്ഷൻ ആണ് നോക്കുന്നത്. ട്രാൻസ്ഡക്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ട്രാൻസ്ഫർ ഓഫ് DNA ആണ്. ഇതെല്ലാം DNA ട്രാൻസ്ഫർ തന്നെയാണ്. ട്രാൻസ്ഫോർമേഷൻ ആയാലും ട്രാൻസ്ഡക്ഷൻ ആയാലും DNA ട്രാൻസ്ഫർ ആണ് നടക്കുന്നത്. ഇതെന്താണ്? ഒരു ബാക്ടീരിയയിൽ നിന്ന് മറ്റൊരു ബാക്ടീരിയയിലേക്ക് DNA ട്രാൻസ്ഫർ ചെയ്യാണ്. ആര് വഴി? ഏജൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയോഫേജ്. അതായത് ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്ടീരിയനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസാണ്. അപ്പോൾ ബാക്ടീരിയോഫേജിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഒരു ബാക്ടീരിയയിൽ നിന്ന് മറ്റൊരു ബാക്ടീരിയയിലേക്ക് DNA ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് നമ്മൾ ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത്. ഇത് 2 ടൈപ്പ് ഉണ്ട്, ജനറലും ഉണ്ട്, സ്പെഷ്യലൈസ്ഡും ഉണ്ട്. ജനറലൈസ്ഡ് ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നതിൽ ഏജന്റ് എന്ന് പറയുന്നത് ലൈറ്റിക് ഫേജസും, സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്ഡക്ഷനിൽ ഏജന്റ് എന്ന് പറയുന്നത് ലൈസോജനിക് ഫേജസും ആണ്. ഇനി ജനറലൈസ്ഡ് ട്രാൻസ്ഡക്ഷൻ തന്നെ 2 കൈൻഡ് ഉണ്ട്, കംപ്ലീറ്റും ഉണ്ട്, അബോർട്ടീവും ഉണ്ട്. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ, അപ്പം ജനറലൈസ്ഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ലൈറ്റിക് ഫേജസ് ആണ്. അപ്പോൾ ലൈറ്റിക് സൈക്കിൾ ആയിരിക്കും നടക്കുന്നുണ്ടാവുക. ലൈറ്റിക് സൈക്കിൾ നടക്കുമ്പോൾ എന്താണ്? നമ്മുടെ ബാക്ടീരിയയിലേക്ക് വൈറൽ DNA ഇഞ്ചക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൈറൽ DNA എന്ത് ചെയ്യും? അതിൻ്റെ പ്രോട്ടീൻ സിന്തസിസ് മെക്കാനിസം കൺട്രോൾ ചെയ്യുന്നത് ആരായിരിക്കും? പിന്നെ വൈറസ് ആയിരിക്കും. ആ സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ബാക്ടീരിയൻ്റെ DNA ഫ്രാഗ്മെൻ്റ് ആയിട്ട് മാറുന്നുണ്ട്. ആ ഫ്രാഗ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും ആ ബാക്ടീരിയൻ സെല്ലിൽ ആ ഫ്രാഗ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വൈറസിൻ്റെ ഫ്രാഗ്മെൻറ്റ്സും ഉണ്ടായിരിക്കും. ഇത് കൂടാതെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? ആ വൈറൽ പ്രോട്ടീൻ കോട്ടും സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സിന്തസൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ വൈറൽ പ്രോട്ടീൻ ഉണ്ടല്ലോ, വൈറൽ പ്രോട്ടീൻ കോട്ട്, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ? വൈറസിൻ്റെ DNA വൈറൽ പ്രോട്ടീൻ കോട്ടിൻ്റെ ഉള്ളിൽ എൻകാപ്സുലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ വ്രാപ്പ് ചെയ്യുമെന്ന് പഠിച്ചിട്ടുണ്ട്. ഇവിടെ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, എന്നിട്ട് മെച്യൂർ ആവുന്നുണ്ട് ആ ഒരു വൈറസ്, അതായത് ബാക്ടീരിയോഫേജ് എന്ത് ചെയ്യുന്നുണ്ട്? മെച്യൂറൈസ് ചെയ്യുന്നുണ്ട്. എങ്ങനെ? ഈ പ്രോട്ടീൻ കോട്ടഡായി മാറിയിട്ട് മെച്യൂറൈസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ചില കേസിൽ എന്ത് വരുന്നുണ്ട്? നമ്മുടെ വൈറൽ DNA വരുന്നതിന് പകരം നമ്മുടെ ബാക്ടീരിയേൻ്റെ DNA എന്ത് ചെയ്യും? ഈ എൻകാപ്സുലേഷൻ നടക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ബാക്ടീരിയോഫേജിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? അതിൽ വൈറസിൻ്റെ DNA ആയിരിക്കില്ല. ആരുടെ DNA ആയിരിക്കും? ബാക്ടീരിയയുടെ DNA ആയിരിക്കും ഉണ്ടാകുന്നുണ്ടാവും. അങ്ങനെയുള്ള ബാക്ടീരിയോഫേജ് മറ്റൊരു ഹോസ്റ്റിനെ ഇൻഫെക്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആ ബാക്ടീരിയോഫേജിലുള്ള DNA പുതിയ ബാക്ടീരിയയിലേക്ക് വരും. ആ DNA എന്താണ് ശരിക്ക്? ഇതിൻ്റെ മുന്നേ ഇൻഫെക്റ്റ് ചെയ്തിട്ടുള്ള ബാക്ടീരിയൻ്റെ DNA ആയിരുന്നു ആ വൈറൽ ബാക്ടീരിയോഫേജിൽ ഉണ്ടായിരുന്നത്. അത് എന്തിലേക്ക് എൻ്റർ ചെയ്യും? പുതിയ ഹോസ്റ്റിലേക്ക്, അല്ലെങ്കിൽ പുതിയ ബാക്ടീരിയത്തിലേക്ക് എൻ്റർ ചെയ്യും. അതാണ് കംപ്ലീറ്റ് DNA എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ജനറലൈസ്ഡ് ട്രാൻസ്ഡക്ഷൻ. ഓക്കെ, ഇതിലിപ്പോൾ എന്താ പറയുന്നത്? വൈറൽ DNA
ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിന് പകരം ഹോസ്റ്റ് DNA എന്താകും? ഇൻകോർപ്പറേറ്റഡ് ആകും. അപ്പോൾ ഇൻഫെക്ഷന് ശേഷം ഈ DNA എന്ന് പറയുന്നത് ബാക്ടീരിയോഫേജിൽ എന്താണ് ഉണ്ടാവുന്നത്? DNA carried from the old host എന്താകും? പുതിയ ഹോസ്റ്റിലേക്ക് ഇൻ്റഗ്രേറ്റഡ് ആവും. ആ ഒരു ബാക്ടീരിയോഫേജിൽ പഴയ ഹോസ്റ്റിൻ്റെ DNA ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതെന്ത് ചെയ്യും? പുതിയ ഹോസ്റ്റിലേക്ക് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് മാറും. ഇനിയുള്ളതാണ് എന്ത്? അബോർട്ടീവ് എന്ന് പറയുന്നത്. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഹോസ്റ്റ് ബാക്ടീരിയൻ്റെ DNA ഫ്രാഗ്മെൻറ്റ് അവിടെ ഇൻ്റഗ്രേറ്റഡ് ആവുന്നില്ല. മറിച്ച് എന്ത് ചെയ്യും? പുതിയ ഹോസ്റ്റ് DNA കൂടെ ഇൻ്റഗ്രേറ്റ് ആവുന്നില്ല. പകരം ഒരു ഡോട്ടർ സെല്ലിലേക്ക് ഈ DNA റിസീവ് ആവുകയാണ് ചെയ്യുക. അതായത് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാക്ടീരിയൽ സെല്ലിൽ അതിൻ്റെ DNA ഉണ്ട്. അത് കൂടാതെ ഒരു പഴയ ഹോസ്റ്റ് ബാക്ടീരിയൻ്റെ DNA ഉണ്ട്. പിന്നെ ഈ ബാക്ടീരിയൽ സെല്ല് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അതിൽ ഒരെണ്ണത്തിൽ മാത്രം നമ്മുടെ പഴയ ഹോസ്റ്റ് ബാക്ടീരിയൻ്റെ DNA വരും. അവിടെ ഒരു ഇൻ്റഗ്രേഷൻ നടക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. വീഡിയോ ഫുള്ള് കാണാം ആദ്യം, എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഇനി സ്പെഷ്യലൈസ്ഡിൻ്റെ കേസിൽ വരുമ്പോൾ നമ്മൾ പറഞ്ഞു അവിടെ ലൈസോജെനിക് സൈക്കിളാണ് നടക്കുന്നതെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇവിടെ എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ചാൽ ഈ വൈറൽ DNA എന്ന് പറയുന്നത് ബാക്ടീരിയൽ DNA ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യല്ലോ ലൈസോജെനിക് സൈക്കിളിൽ. അതായത് ഒരു പ്രോഫേജ് അല്ലെങ്കിൽ ഹൈബ്രിഡ് DNA ഉണ്ടാവും. വൈറൽ DNAയും ബാക്ടീരിയൽ DNAയും കൂടി ചേർന്നിട്ട് ഒരു പ്രോഫേജ് ഉണ്ടാവും. അങ്ങനെയാണ് ലൈസോജെനിക് സൈക്കിളിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഒരു ചേഞ്ച് കാരണം, എന്തെങ്കിലും ഒരു കണ്ടീഷനിൽ വരുന്ന ചേഞ്ച്, എന്തെങ്കിലും കെമിക്കലിൻ്റെ പ്രസൻസോ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതിന് അല്ലെങ്കിൽ UV എക്സ്പ്ലോഷറോ വഴി എന്ത് സംഭവിക്കും? ഈ വൈറൽ DNAയും ബാക്ടീരിയൽ DNAയും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്ത ആ ഒരു പ്രോഫേജ് എന്ത് ചെയ്യും? ഡിസൻറ്റഗ്രേഷൻ നടത്തും. ഡിസൻറ്റഗ്രേഷൻ നടത്തുമ്പോൾ ബാക്ടീരിയൽ DNAയും വൈറൽ DNAയും രണ്ടെണ്ണമായിട്ട് മാറുമല്ലോ. ആ സമയത്ത് ചെറിയ ഫ്രാഗ്മെൻറ്റ്, ഈ ബാക്ടീരിയൻ്റെ DNA ചെറിയ ഫ്രാഗ്മെൻറ്റ് ആരിലേക്ക് പോകും? വൈറൽ DNAയിലേക്ക് പോകും. ഓക്കെ, വൈറൽ DNAയിലേക്ക് പോകും. എന്നിട്ട് പിന്നെ ഉണ്ടാവുന്ന ബാക്ടീരിയോഫേജ് എന്തായിരിക്കും? ഈ ബാക്ടീരിയയുടെ DNA ഉള്ള ബാക്ടീരിയോഫേജ് ആയിരിക്കും. അത് മറ്റൊരു ഹോസ്റ്റിനെ അല്ലെങ്കിൽ മറ്റൊരു ബാക്ടീരിയനെ ഇൻഫെക്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആ ഒരു സിംഗിൾ പോർഷൻ, ആ ഒരു ചെറിയ പോർഷൻ, ആ ബാക്ടീരിയൻ്റെ DNAയിലുള്ള ചെറിയ പോർഷൻ എന്ത് ചെയ്യും? നമ്മുടെ പുതിയ ഹോസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് പോകും. ഓക്കെ, ഇനി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണ് എന്താണ് ട്രാൻസ്ഡക്ഷൻ എന്നുള്ളത്. ട്രാൻസ്ഡക്ഷൻ എന്ന് പറഞ്ഞാൽ ജനറ്റിക് മെറ്റീരിയലിൻ്റെ ട്രാൻസ്ഫർ ആണ്. ഒരു സ്ട്രെയിൻ ഓഫ് ബാക്ടീരിയത്തിൽ നിന്ന് മറ്റൊരു സ്ട്രെയിനിലേക്ക് ജനറ്റിക് മെറ്റീരിയൽ ട്രാൻസ്ഫർ ആവുകയാണ്. എന്തിലൂടെ? ബാക്ടീരിയോഫേജിലൂടെ. മറ്റു വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു വൈറസ് മീഡിയേറ്റഡ് ആയിട്ടുള്ള ബാക്ടീരിയൽ ജീൻ ട്രാൻസ്ഫർ ആണ്. വൈറസ് ആണ് ഇവിടെ മീഡിയേറ്റ് ചെയ്യുന്നത്, അതായത് ബാക്ടീരിയോഫേജ്. അതുകൊണ്ട് തന്നെ ഈ കാരിയർ ഫേജിനെ നമ്മൾ ട്രാൻസ്ഡ്യൂസർ അല്ലെങ്കിൽ വെക്റ്റർ എന്ന് പറയും. ട്രാൻസ്ഡക്ഷൻ ആദ്യമായിട്ട് കണ്ടെത്തിയത് ജോഷെ ലെഡർബർഗും നോർട്ടൺ സിൻഡർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ട്രാൻസ്ഡക്ഷൻ ആദ്യമായിട്ട് കണ്ടെത്തിയത്. 1952 കണ്ടെത്തിയത്. ഇത് ബാക്ടീരിയൽ റീകോമ്പിനേഷൻ്റെ ഒരു മെക്കാനിസമാണ്. ഇതും ഇതുപോലെ എന്താണ് ജനറ്റിക് എഞ്ചിനീയറിങ്ങിൽ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ത്? ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ഡക്ഷൻ പ്രധാനമായിട്ടും 2 കൈൻഡ് ഉണ്ട്. ജനറലൈസ്ഡ് അല്ലെങ്കിൽ കോമൺ ഓർ റാൻഡം ട്രാൻസ്ഡക്ഷനും പിന്നെ സ്പെഷ്യലൈസ്ഡ് അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് ട്രാൻസ്ഡക്ഷനും. ഇതിൽ ആദ്യത്തതിൽ ജീൻ അല്ലെങ്കിൽ DNA സെഗ്മെൻ്റ് എന്ന് പറയുന്ന ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത് വൈറസ് ആണ്. ഏതെങ്കിലും ഒരു ജീനോ അല്ലെങ്കിൽ DNA സെഗ്മെൻറ്റോ
വൈറസ് ട്രാൻസ്ഫർ ചെയ്യും. ഏതില്? ജനറലൈസ്ഡിൽ. സ്പെസിഫിക്കിലുള്ളത് അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡിലുള്ളതിൽ സ്പെസിഫിക് ആയിട്ടുള്ള ജീൻസോ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള DNA സെഗ്മെന്റ്സ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. ഇതിൽ സ്പെഷ്യലൈസ്ഡിൽ സ്പെസിഫിക് ആയിട്ടുള്ള ജീൻസ് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. മറ്റേതിൽ ഏതെങ്കിലും ഒരു ജീനോ ഏതെങ്കിലും ഒരു DNA സെഗ്മെന്റോ ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ. ഇനി ജനറലൈസ്ഡ് ട്രാൻസ്ഡക്ഷൻ നടത്തുന്നത് ആരാണ്? ലൈറ്റിക് ഫേജസ് വഴി മീഡിയേറ്റ് ചെയ്തിട്ടാണ് ജനറലൈസ്ഡ് ട്രാൻസ്ഡക്ഷൻ നടക്കുന്നത്. ജനറലൈസ്ഡ് ലൈറ്റിക് ഫേജസും സ്പെഷ്യലൈസ്ഡിൽ ലൈസോജനിക് ഫേജസും ആണ് നടത്തുന്നത്. ഇതിൽ ആദ്യത്തേത് എന്താണ്? DNA ഡസ് നോട്ട് ഗെറ്റ് ഇൻറ്റഗ്രേറ്റഡ് വിത്ത് ബാക്ടീരിയൽ ക്രോമസോമുമായിട്ട് DNA എന്ത് ചെയ്യുന്നില്ല? ഇൻറ്റഗ്രേറ്റഡ് ആവുന്നില്ല. രണ്ടാമത്തെ കേസിൽ എന്താണ്? DNA ഇൻറ്റഗ്രേറ്റഡ് ആവുകയാണ്. എന്തിൽ? ബാക്ടീരിയൽ ക്രോമസോമുമായിട്ട് ഇൻറ്റഗ്രേറ്റഡ് ആവുകയാണ്. ഓക്കെ. ഇനി ജനറലൈസ്ഡ് ട്രാൻസ്ഡക്ഷൻ നോക്കാം. ജനറലൈസ്ഡ് ട്രാൻസ്ഡക്ഷനിൽ ഡോണർ ബാക്ടീരിയൻ DNA എന്ന് പറയുന്നത് ക്യാപ്സിഡ് പ്രോട്ടീൻസിൽ എന്തായിട്ടുണ്ടാവും? എൻക്ലോസ്ഡ് ആയിട്ടുണ്ടാവും. അതിനെ നമ്മൾ ട്രാൻസ്ഡ്യൂസിങ് പാർട്ടിക്കിൾ എന്ന് പറയാം. ഇത് മിസ്റ്റേക്ക് വഴി ഉണ്ടാകുന്നതാണ്. ഫേജിന്റെ അസംബ്ലിയുടെ സമയത്ത് ഒരു മിസ്റ്റേക്ക് വഴിയാണ് ഈ ഡോണർ DNA എന്ന് പറയുന്നത് ഈ ക്യാപ്സിഡ് പ്രോട്ടീനിൽ എൻക്ലോസ്ഡ് ആവുന്നത് ലൈറ്റിക് സൈക്കിളിന്റെ അവസാനം. ഈ കേസിൽ ക്യാപ്സിഡ് എന്ന് പറയുന്നത് ഓർഗനൈസ് ചെയ്യുന്നത് ഫേജ് DNAക്ക് ചുറ്റുമല്ല, മറിച്ച് ബാക്ടീരിയൽ DNA ഫ്രാഗ്മെന്റിന് ചുറ്റും ക്യാപ്സിഡ് പ്രോട്ടീന് ഓർഗനൈസ്ഡ് ആവുന്നുണ്ട്. ഇതിലെ ട്രാൻസ്ഡ്യൂസിങ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ബാക്ടീരിയൽ DNA ഉള്ള വൈറൽ പാർട്ടിക്കിൾസ് ആണ് ഇതിലെ ട്രാൻസ്ഡ്യൂസിങ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഇത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാക്ടീരിയത്തിന്റെ ലൈസിസ് വഴി ഇത് പുറത്തേക്ക് റിലീസ് ചെയ്യും. എന്നിട്ട് ഇത് എന്ത് ചെയ്യും? പുതിയൊരു ഹോസ്റ്റ് ബാക്ടീരിയത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യും. അപ്പോൾ അവിടെയുള്ള DNA എന്തായിരിക്കും? ഈ ഓൾഡ് ബാക്ടീരിയയുടെ DNA എന്ത് ചെയ്യും? പുതിയ ബാക്ടീരിയത്തിലേക്ക് ഇഞ്ചക്റ്റഡ് ആകും. എന്നിട്ട് അവിടെ ഒരു റീകോംബിനന്റ് DNA ഫോം ചെയ്യും. ഓക്കെ. ഇപ്പൊ നമ്മൾ പറഞ്ഞു ട്രാൻസ്ഡക്ഷൻ രണ്ട് ടൈപ്പിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് കംപ്ലീറ്റും ഒന്ന് അബോർട്ടീവും. കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ജനറലൈസ്ഡ് ആയിട്ടുള്ള ട്രാൻസ്ഡക്ഷൻ രണ്ട് രീതിയിലുണ്ടെന്ന് പറഞ്ഞു. കംപ്ലീറ്റും ഉണ്ട്, അബോർട്ടീവും ഉണ്ട് എന്ന് പറഞ്ഞു. കംപ്ലീറ്റും അബോർട്ടീവും ഉണ്ട്. ഇതിൽ കംപ്ലീറ്റിൽ എന്താണ് നടക്കുന്നത്? കംപ്ലീറ്റ്ലി DNA ട്രാൻസ്ഡ്യൂസ്ഡ് ആയിട്ടുള്ള DNA ഫ്രാഗ്മെന്റ് നമ്മുടെ റെസിപ്പിയന്റ് അല്ലെങ്കിൽ നമ്മുടെ പുതിയ ഹോസ്റ്റ് ജീനോമുമായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് റീകോംബിനന്റ് ജീനോം അല്ലെങ്കിൽ റീകോംബിനന്റ് ക്രോമസോം ഉണ്ടാവും. എന്നിട്ട് ഫർദർ ആയിട്ട് അത് ആ ഒരു ബാക്ടീരിയ ഡിവൈഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ഓരോ പ്രോജനിയിലും എന്തുണ്ടായിരിക്കും? ഈ റീകോംബിനന്റ് ജീനോം കാണാൻ പറ്റും. എന്നാൽ അതാണ് കംപ്ലീറ്റ് ട്രാൻസ്ഡക്ഷൻ എന്ന് പറയുന്നത്. അബോർട്ടീവ് ട്രാൻസ്ഡക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ന്യൂ ഹോസ്റ്റിന്റെ ജീനോമുമായിട്ട് ഈ പഴയ ബാക്ടീരിയൽ ഓൾഡ് ഹോസ്റ്റ് ഉണ്ടല്ലോ, അത് ഇൻ്റഗ്രേറ്റഡ് ആവില്ല. അതിൻ്റെ ജീനോമുമായിട്ട് ഇൻ്റഗ്രേറ്റഡ് ആവില്ല, പുതിയ ഹോസ്റ്റായിട്ട് ഇൻ്റഗ്രേറ്റഡ് ആവില്ല. ആ സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഈ ഒരു സെല്ലിൽ എന്തുണ്ടായിരിക്കും? ബാക്ടീരിയ ന്യൂ ഹോസ്റ്റിൻ്റെ ജീനോം ഉണ്ടായിരിക്കും, ഓൾഡ് ഹോസ്റ്റിൻ്റെ ജീനോം ഉണ്ടായിരിക്കും. അത് തമ്മിൽ എന്താവില്ല? ഇൻകോർപ്പറേറ്റഡ് ആവില്ല. പിന്നെ ഇവര് ഡിവിഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഏതെങ്കിലും ഒരു ഡോട്ടർ സെല്ലിലേക്ക് മാത്രം ഈ ഒരു പഴയ ഓൾഡ് ഹോസ്റ്റിൻ്റെ ജീനോം കടന്നു പോകും. ഓക്കെ. എന്തൊക്കെയോ കൺഫ്യൂഷൻസ് പറഞ്ഞതിൽ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഞാൻ പിക്ചർ വെച്ചിട്ട് കുറച്ചുകൂടെ ഒന്ന് പറഞ്ഞു തരാം.
ഓക്കെ, ഇവിടെ നമ്മൾ കണ്ടു, നമ്മൾ ലൈറ്റിക് സൈക്കിൾ നമുക്കറിയാം. ആദ്യം ഒരു ബാക്ടീരിയ, ഇപ്പം ഇതൊരു ബാക്ടീരിയ ആണെന്നുണ്ടെങ്കിൽ അവിടേക്ക് ആര് വന്നു? ഒരു ബാക്ടീരിയോഫേജ്. ബാക്ടീരിയോഫേജ് ഇപ്പം കറക്റ്റായിട്ടൊന്നും വരയ്ക്കാൻ പറ്റില്ല. ഇതാണ് ബാക്ടീരിയോഫേജ് എന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ബാക്ടീരിയക്ക് സ്വന്തമായിട്ടൊരു സ്വന്തമായിട്ടെന്ന് പറഞ്ഞിട്ട് വേറെ കളറാട്ടോ വരച്ചത്. ബാക്ടീരിയക്ക് ഒരു ജീനോം ഉണ്ടാവില്ലേ? എന്തൊക്കെയോ ഡിഫിക്കൽട്ട് വായിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു. ഓക്കെ, ആദ്യം ബാക്ടീരിയനെ വരയ്ക്കാം. റെക്റ്റാങ്കിൾ ഷേപ്പിൽ വരയ്ക്കാം. ഓക്കെ, ഇതാണ് ബാക്ടീരിയ. ഈ ബാക്ടീരിയക്ക് എന്തുണ്ടാവും? അതിൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു ജീനോം ഉണ്ടായിരിക്കും. പിന്നെ നമ്മുടെ ബാക്ടീരിയോഫേജ് വന്ന് ഇൻഫെക്റ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, ഇൻഫെക്റ്റ് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇൻഫെക്റ്റ് ചെയ്തപ്പം ഇതിലേക്ക് ഇൻഫെക്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ആ ഒരു ബാക്ടീരിയേൻ്റെ ജീനോമുണ്ട് അല്ലേ? ബാക്ടീരിയേൻ്റെ ജീനോമുണ്ട്, വൈറസിൻ്റെ DNA അവിടേക്ക് വരും. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? ഈ ബാക്ടീരിയേൻ്റെ ജീനോമിന് എന്ത് സംഭവിച്ചു? ഈ ബാക്ടീരിയേൻ്റെ ജീനോമ് കുറേ ഇത് കട്ട് ചെയ്തത് കുറച്ച് കൂടിപ്പോയിട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്നുകൂടെ വരയ്ക്കാം. കളറൊക്കെ മാറിപ്പോകുന്നുണ്ടല്ലോ. ജസ്റ്റ് ഒന്നുകൂടെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബാക്ടീരിയേൻ്റെ ജീനോമാണ്. ഇവിടേക്ക് വൈറസ് ഇൻഫെക്റ്റ് ചെയ്തു എന്ന് വിചാരിക്കട്ടോ. ഇത് പണിയായി. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും? ഈ DNA, ബാക്ടീരിയേൻ്റെ DNA ഇങ്ങനെ കട്ടായി പോയിട്ടുണ്ടാവും. ഇത് കൂടാതെ അവിടെ ആരുടെ DNA ഉണ്ടാവും? വൈറസിൻ്റെ. ഇത് കൂടാതെ അവിടെ വൈറസിൻ്റെ DNA ഉണ്ടാവും. വൈറസിൻ്റെ DNA നമുക്ക് റെഡിൽ കാണിക്കാം. ഇനി ഇത് ഇവിടെ എന്ത് നടക്കുന്നുണ്ട്? വൈറൽ പാർട്ടിക്കിൾസിൻ്റെ സിന്തസിസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അല്ലേ? വൈറസ് പാർട്ടിക്കിളിൻ്റെ സിന്തസിസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നമ്മുടെ ഇവിടെ ഉണ്ടാവുന്ന സെല്ലിൻ്റെ ഒരു പ്രത്യേകത, ബാക്ടീരിയോഫേജ് ആണ്, അതേപോലെ വരയ്ക്കാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് ജസ്റ്റ് ബാക്ടീരിയോഫേജിനെ ഇങ്ങനെ ജസ്റ്റ് ഈ ഒരു കള്ളിയിൽ കാണിക്കുകയാണ്. ഓക്കെ, ഇതതിൻ്റെ വൈറൽ പാർട്ടിക്കിളാണെന്ന് വിചാരിക്കുക, അതായത് വൈറൽ ക്യാപ്സിഡ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അതിലേക്ക് ആര് വന്നിട്ടുണ്ടാവും? നമ്മുടെ ബാക്ടീരിയേൻ്റെ DNA അതിലേക്ക് ഇൻകോർപ്പറേറ്റഡ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഇത് ഇനി അടുത്തൊരു ബാക്ടീരിയനെ, ആ ബാക്ടീരിയനെ ഇപ്പോൾ ഏത് കളറിലാണ് വരയ്ക്കാം? ഈ കളറായിക്കോട്ടെ. വേണ്ട, ഈ കളറ് ഓറഞ്ച് ആയിക്കോട്ടെ അല്ലേ? അടുത്തൊരു ബാക്ടീരിയനെ ഇൻഫെക്റ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. ഓക്കെ, അടുത്ത ബാക്ടീരിയ അതിൻ്റെ ജീനോം എങ്ങനെയാണ്? ഈ ഒരു കളറിലാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫർ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാക്ടീരിയോഫേജ് ഇതിനെ ഇൻഫെക്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഇതിലേക്ക് നമ്മുടെ ഓൾഡ് ബാക്ടീരിയേൻ്റെ ജീനോമ് വരും. ഇപ്പം കംപ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? കംപ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ബാക്ടീരിയത്തിൽ എന്തുണ്ടായിരിക്കും? ആ ബാക്ടീരിയത്തിൽ നമ്മുടെ ഓൾഡ് ബാക്ടീരിയേൻ്റെ ജീനോമ് ഉണ്ടാവും. ഓക്കെ, ഇതാണ് കംപ്ലീറ്റിൽ വരിക. ഈ ബാക്ടീരിയ പിന്നെ ഡിവൈഡ് ചെയ്തിട്ട് രണ്ടെണ്ണം ആകും. അപ്പോൾ രണ്ടെണ്ണം ആവുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇത് ബാക്ടീരിയ ആണ് കേട്ടോ ഡിവൈഡ് ചെയ്യുന്നത്. ബാക്ടീരിയ ഡിവൈഡ് ചെയ്തിട്ട് രണ്ടെണ്ണം ആവുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിൽ ഓൾറെഡി ഉള്ളതും കൂടാതെ നമ്മുടെ പഴയ ഹോസ്റ്റിൻ്റെ ജീനോമും കൂടി ഇതിലേക്ക് ഇൻകോർപ്പറേറ്റഡ് ആവും. ഇതാണ് കംപ്ലീറ്റ്. ഇനി അബോർട്ടീവ് ആണെന്നുണ്ടെങ്കിൽ
ഇവിടെ എന്ത് സംഭവിക്കും? ഇൻ്റഗ്രേഷൻ നടക്കില്ല. അപ്പോൾ അബോർട്ടീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഇങ്ങനെ നമ്മുടെ ബാക്ടീരിയൻ്റെ ജീനോം ഉണ്ടായിരിക്കും. അതുകൂടാതെ നമ്മുടെ ഓൾഡ് ബാക്ടീരിയൻ്റെ ജീനോം ഉണ്ടായിരിക്കും. ഓക്കെ, അത് ജസ്റ്റ് വട്ടത്തിൽ കാണിക്കാം. ഇനി ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഇത് ഡിവൈഡ് ചെയ്തിട്ട് ഡോട്ടർ സെല്ല് ഫോം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക മക്കളെ? ഓക്കെ, കുറച്ച് കട്ടി കൂടിപ്പോയോ? ഉണ്ടാവുന്ന സെല്ലിൽ ഒരു സെല്ല് എങ്ങനെയായിരിക്കും? ഇതെങ്ങനെയായിരിക്കും. ജസ്റ്റ് ആ ഒരു പുതിയ ബാക്ടീരിയൻ്റെ ജീനോമ് മാത്രമേ ഉണ്ടാവുള്ളൂ. മറ്റേ ഒരു ഡോട്ടർ സെല്ലിൽ എങ്ങനെയായിരിക്കും? മറ്റൊരു ഡോട്ടർ സെല്ലിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് കയറ്റി വരയ്ക്കണേ. ഈ ഒരു പാരൻറ്റിൻ്റെ ജീനോമും അത് കൂടാതെ നമ്മുടെ പഴയ ഹോസ്റ്റിൻ്റെ ജീനോമും അവിടെ ഇൻ്റഗ്രേഷൻ നടക്കുന്നില്ല കേട്ടോ. ജസ്റ്റ് അവിടെ ആ ഒരു സെല്ലിൽ പ്രസൻ്റ് ആണേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെയാണ് എന്താ ജനറലൈസ്ഡ് ട്രാൻസ്ഡക്ഷൻ. ഇനി സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്ഡക്ഷൻ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഇപ്പം തന്നെ വീഡിയോ ലെങ്തി ആയും തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. ഞാൻ ഒന്നുകൂടി പറഞ്ഞു തരാം കേട്ടോ. ഞാൻ പറഞ്ഞതിൽ എവിടെയെങ്കിലുമൊക്കെ കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.